വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷ് ഫിലോസഫറും ഒരു സ്റ്റേറ്റ്സ്മാനും ആയിരുന്ന ഫ്രാൻസിസ് ബേക്കൺ എഴുതിയ ഓഫ് സ്റ്റഡീസ് എന്ന എസ്സേ ആണ്. സോ ഓഫ് സ്റ്റഡീസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും സ്റ്റഡീസിനെ കുറിച്ചാണ് ഈ എസ്സേയിൽ പറയുന്നത്. സ്റ്റഡീസ് അല്ലെങ്കിൽ റീഡിങ്ങിലൂടെ എന്തൊക്കെ ഒരു മനുഷ്യന് കിട്ടും എന്നുള്ളതും ഒരു ബുക്കിനെ ഏതൊക്കെ രീതിയിൽ കാണാമെന്നുള്ളതും ഒക്കെയാണ് ഈ എസ്സേയിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി ഞാൻ ഈ എസ്സേനെ ഒരു 3 പാർട്ടാക്കി തിരിച്ചിട്ടുണ്ട്. ഒരു സിമ്പിൾ എസ്സേ ആണിത്, പാരഗ്രാഫ് ഒന്നും ആക്കി തിരിക്കാത്ത ഒരു സിമ്പിൾ 500 വേർഡ്സിൻ്റെ ഒരു ഷോർട്ട് എസ്സേ ആണ്. സോ അതിൽ ആദ്യത്തെ കുറച്ച് വരികൾ നോക്കാം. സ്റ്റഡീസ് സെർവ് ഫോർ ഡിലൈറ്റ്, ഫോർ ഓർണമെൻറ്റ് ആൻഡ് ഫോർ എബിലിറ്റി. Their chief use for delight is in privateness and retiring. For ornament is in discourse, and for ability is in the judgment and disposition of business. For expert men can execute and perhaps judge of particulars one by one, but the general counsels and the plots and marshalling of affairs come best from those that are learned. To spend too much time in studies is sloth. To use them too much for ornament is affection. To make judgment wholly by their rules is the humor of a scholar. Their perfect nature and are perfected by experience. For natural abilities like natural plants that need pruning by study, and studies themselves do give forth directions too much at large, except they be bound in by experience. Crafty men condemn studies, simple men admire them, and wise men use them, for they teach not their own use, but that is a wisdom without them, and above them won by observation. Read not to contradict and confute, nor to believe and take for granted, nor to find talk and discourse, but to weigh and consider. സോ വായന അല്ലെങ്കിൽ സ്റ്റഡീസ് എന്തൊക്കെ നമുക്ക് തരുന്നുള്ളതും എന്തിന് വായിക്കണം എന്നുള്ളതുമാണ് ഈ ഒരു ഭാഗത്ത് ഓഥർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ഓഥർ തുടങ്ങുന്നത് തന്നെ സ്റ്റഡീസ് സെർവ് ഫോർ ഡിലൈറ്റ്, ഫോർ ഓർണമെൻറ്റ് ആൻഡ് ഫോർ എബിലിറ്റി എന്ന് പറഞ്ഞിട്ടാണ്. സ്റ്റഡീസ് തരുന്ന 3 കാര്യങ്ങൾ ഏതൊക്കെയെന്ന് പറഞ്ഞിട്ടാണ് ഓഥർ ഈ എസ്സേ തുടങ്ങുന്നത്. അതിലൊന്ന് ഡിലൈറ്റാണ് അല്ലെങ്കിൽ പ്ലഷർ. നമ്മൾ വെറുതെ റീഡ് ചെയ്യൂലേ എന്തെങ്കിലും ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടൊക്കെ, നോവൽസോ സ്റ്റോറീസോ ഒക്കെ വായിക്കൂല, അതുപോലെ സ്റ്റഡീസ് സെർവ് ഫോർ ഡിലൈറ്റ്. ഒന്നാം ഡിലൈറ്റാണ് തരിക. പിന്നെ ഒരു ഓർണമെൻ്റ് ആയിട്ട് സെർവ് ചെയ്യും. ഓർണമെൻ്റ് ആയിട്ട് എന്ന് പറയുമ്പം ഓർണമെൻറ്റ്സ് എന്തിനാണ് ഇടുക? ഒരു അലങ്കാരത്തിന്. സ്റ്റഡീസ് ഒരു അലങ്കാരമാണ്, അല്ലെങ്കിൽ ചില സമയത്ത് ഓർണമെൻറ്റ്സ് ഒരു പ്രൊട്ടക്ഷനാണെന്ന് തന്നെ പറയാം. ആ ഒരു രീതിയിലും സ്റ്റഡീസ് അല്ലെങ്കിൽ റീഡിങ് നമ്മളെ സെർവ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തത് ഫോർ എബിലിറ്റി. എബിലിറ്റി എന്ന് പറയുമ്പം കഴിവ്, സംസാരിക്കാനുള്ള കഴിവോ ചില കാര്യങ്ങളുമായി ഡീൽ ചെയ്യാനുള്ള കഴിവോ, അങ്ങനെ പല കഴിവുകളും നമുക്ക് വായനയിലൂടെ കിട്ടുന്നതാണ് അല്ലെങ്കിൽ സ്റ്റഡീസിലൂടെ കിട്ടുന്നതാണ്. പിന്നെ പറയുന്നത് എക്സ്പേർട്ടായ ആൾക്കാർ, ഒരു വിഷയത്തിൽ എക്സ്പേർട്ടായ ആൾക്കാർക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എക്സിക്യൂട്ട് ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് ജഡ്ജ് ചെയ്യാൻ പറ്റും. പക്ഷേ ജനറൽ കൗൺസിൽസ് ആൻഡ് ദ പ്ലോട്ട്സ് ആൻഡ് മാർഷലിംഗ് ഓഫ് അഫെയർസ് എന്ന് പറയുമ്പം അത്രയും ഡീപ്പായിട്ട് അതിനെ ഡീൽ ചെയ്യാൻ പറ്റുക പഠനം നടത്തിയ ഒരാൾക്കാണ്, നന്നായി പഠിച്ചൊരാൾക്കാണ്. പിന്നെ ഫ്രാൻസിസ് ബേക്കൺ പറയുന്നത് എന്തും കൂടുതലായാൽ പ്രശ്നമാണെന്ന് പറയുന്നത് പോലെ സ്റ്റഡീസിനും വേണ്ടി കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്താൽ അത് ലേസിനെസ് ആണ്. സ്ലോത്തിൻ്റെ മീനിങ് ലേസിനെസ് ആണ്. ഒരു ഓർണമെൻറ്റിനോട് കൂടുതൽ ഇഷ്ടം തോന്നിയാൽ അത് അഫെക്ഷൻ ആണ്. ടു മേക്ക് ജഡ്ജ്മെൻറ്റ് ഹോളി ബൈ ദർ റൂൾസ് ഇസ് ദ ഹ്യൂമർ ഓഫ് എ സ്കോളർ. റൂൾസ് മാത്രം നോക്കിയിട്ട് ജഡ്ജ് ചെയ്യുക എന്ന് പറയുന്നത് സ്കോളേഴ്സിൻ്റെ, ഓവറായിട്ട് പഠിച്ച ആൾക്കാരുടെ ഒരു ഹ്യൂമറാണ്. പിന്നെ ഓഥർ പറയുന്നത് പഠനം സ്റ്റഡീസ് ഒരാളെ പെർഫെക്റ്റ് ആക്കും. ഇറ്റ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. അപ്പോൾ ഇവിടെയൊക്കെ അദ്ദേഹം പറയുന്നത് പഠനത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ്, സ്റ്റഡീസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതാണ്. പിന്നീടുള്ള വേർഡ്സിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് സ്റ്റഡീസ് ഒരു ഇൻബോൺ ടാലൻ്റ് അല്ല, സ്റ്റഡീസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു ടാലൻ്റാണ്. പിന്നെ പറയുന്നത് ക്രാഫ്റ്റി മെൻ അല്ലെങ്കിൽ പ്രാക്ടിക്കലായിട്ടുള്ള ആൾക്കാർ സ്റ്റഡീസിനെ കുറ്റം പറയും, സ്റ്റഡീസിനെ എതിർത്ത് പറയും. പക്ഷെ വൈസായിട്ടുള്ള ആൾക്കാർ അതിനെ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കും. ബുദ്ധിയുള്ള ആൾക്കാർ സ്റ്റഡീസിനെ യൂസ് ചെയ്യേണ്ട രീതിയിൽ യൂസ് ചെയ്യും. പിന്നെ അദ്ദേഹം പറയുന്നത് റീഡിങ് നടത്തേണ്ടത് കോൺട്രാഡിക്റ്റ് ചെയ്യാനോ എന്തെങ്കിലും കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാനോ അല്ല, പക്ഷെ സ്റ്റഡീസിലൂടെ നമ്മൾ നമ്മുടെ നോളജ് കൂട്ടിയിട്ട് ആ നോളജ് കൺസിഡർ ചെയ്തിട്ട് വേണം ഏത് സിറ്റുവേഷനിലും ഡിസിഷൻ എടുക്കാൻ. വയസ്സായ ആൾക്കാർ, ബുദ്ധിയുള്ള ആൾക്കാർ അവരുടെ സ്റ്റഡീസും ഒബ്സർവേഷൻസും കൂടി കൺസിഡർ ചെയ്തിട്ട് ശരിയായ തീരുമാനങ്ങൾ എടുക്കും.
സോ നോളജ് എന്ന് പറയുന്ന ഒരു കാര്യം എല്ലാത്തിലും ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് നമുക്ക് ഈ ഫസ്റ്റ് പാർട്ടിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇനി നമുക്ക് അടുത്ത വരികൾ നോക്കാം. Some books are to be tasted, others to be swallowed, and some few to be chewed and digested. That is, some books are to be read only in parts, others to be read but not curiously, and some few to be read wholly and with diligence and attention. Some books also may be read by deputy and extracts made of them by others. But that would be only in the less important arguments and the meaner sort of books. Else distilled books are like common distilled waters, flashy things. Reading makes a full man, conference a ready man, and writing an exact man. And therefore, if a man write little, he had need have a great memory. If he confer little, he had need have a present wit. And if he read little, he had need have much cunning to seem to know that he doth not. Histories make men wise, poets witty, the mathematics subtle, natural philosophy deep, moral grave, logic and rhetoric able to content. അപ്പോൾ ഈ വരികളിൽ ഫ്രാൻസിസ് ബേക്കൺ തുടങ്ങുന്നത് ഒരു ബുക്കിനെ ഏതൊക്കെ രീതിയിൽ നോക്കാം എന്നുള്ളതിലൂടെയാണ്. ചില ബുക്കുകൾ ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാനുള്ളതാണ്, ജസ്റ്റ് ഒരു കാഷ്വൽ റീഡിങ്ങിനുള്ളതാണ് ചില ബുക്സ്. പക്ഷെ അതേഴ്സ് ആർ ടു ബി സ്വാലോഡ്, ചിലത് ഒന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്, സ്വാലോ ചെയ്യേണ്ടതുണ്ട്. മറ്റു ചിലത് സ്വാലോ ചെയ്തിട്ട് ചെയ്തിട്ട് ഡൈജസ്റ്റ് ചെയ്യേണ്ടതാണ്, അത്രയും മനസ്സിലാക്കി ജീവിതത്തിലേക്ക് പകർത്തേണ്ടതാണെന്നൊക്കെ പറയുന്നത് പോലെ. അപ്പോൾ ഓരോ ബുക്കിനെയും ഓരോ രീതിയിൽ കാണണം. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് ചില ബുക്കുകൾ ആ ബുക്കുകൾ തന്നെ വായിക്കണമെന്നില്ല, അതിനെക്കുറിച്ചുള്ള റിവ്യൂവോ അല്ലെങ്കിൽ എക്സ്ട്രാക്ട്സോ മറ്റുള്ളവർ എഴുതിയത് വായിച്ചാലും മതി. പക്ഷേ ലെസ് ഇമ്പോർട്ടൻറ്റ് ബുക്സ് അങ്ങനെ ചെയ്യാവൂ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്സ് ആ ബുക്സ് വായിക്കുന്ന തന്നെ വേണം, അതിൻ്റെ റിവ്യൂവോ എക്സ്ട്രാക്റ്റോ ഒന്നും വായിക്കാൻ നിൽക്കരുത്. അപ്പോൾ ലെസ് ഇമ്പോർട്ടൻ്റ് ആയ ബുക്സ് അതിൻ്റെ വേറൊരാൾ എഴുതിയ സമ്മറിയോ എക്സ്ട്രാക്റ്റോ ഒക്കെ വായിച്ചാലും മതി. പിന്നീട് അദ്ദേഹം പറയുന്നത് റീഡിങ് ഒരു മാനിനെ കംപ്ലീറ്റ് ആക്കും എന്നുള്ളതാണ്. കോൺഫറൻസ് ഒരാളെ റെഡി മാൻ ആക്കും, റൈറ്റിംഗ് ഒരാളെ എക്സാക്റ്റ് മാൻ ആക്കും. നന്നായി എഴുതുന്ന ആൾക്കേ നല്ലൊരു മെമ്മറി ഉണ്ടാവുകയുള്ളൂ. നന്നായി കോൺഫർ ചെയ്യുന്ന ആൾക്ക്, നന്നായി കുറച്ച് കോൺഫറൻസിലൊക്കെ പങ്കെടുക്കുന്ന അങ്ങനത്തെ ഒരു സംസാരിക്കുന്ന ടൈപ്പ് ആളാണെങ്കിൽ അയാൾക്ക് പ്രസൻറ്റ് വിറ്റ് ഉണ്ടാവും എന്ന് പറയുന്നത്, അയാൾക്ക് ആ സ്പോട്ടിൽ സംസാരിക്കാനുള്ള ആ ഒരു കഴിവുണ്ടാവുന്നു. പിന്നെ അദ്ദേഹം ഓരോ സ്റ്റഡീസും മനുഷ്യനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. ഹിസ്റ്ററീസ് മേക്ക് മെൻ വൈസ്, പോയറ്റ്സ് വിറ്റി, ദ മാത്തമാറ്റിക്സ് സബ്റ്റിൽ ആൻഡ് നാച്ചുറൽ ഫിലോസഫി ഡീപ്പ്. അവിടെ അദ്ദേഹം പറയുന്നത് ഹിസ്റ്ററി വായിച്ചാൽ വൈസാവും, ഹിസ്റ്ററി വായിച്ചവർ ഒന്നുകൂടെ സെൻസിബിൾ ആയിരിക്കും, പോംസ് വായിച്ചവർ വിറ്റി ആയിരിക്കും, മാത്തമാറ്റിക്സ് വായിക്കുന്ന ആൾ ഒന്നുകൂടി സബ്റ്റിൽ ആയിരിക്കും, നാച്ചുറൽ ഫിലോസഫി വായിച്ച ആൾ നല്ല ഡീപ്പായിട്ട് ചിന്തിക്കും, മോറൽ കാര്യങ്ങൾ പഠിച്ച ആൾ ഗ്രേവിനെ കുറിച്ചൊക്കെ ചിന്തിക്കും, ലോജിക്കും റിട്ടോറിക്കും അറിയാവുന്ന ആൾ കണ്ടൻറ്റ് ചെയ്യും അല്ലെങ്കിൽ സ്ട്രഗിൾ ചെയ്യും. അപ്പം ഓരോ വായനയും അല്ലെങ്കിൽ ഓരോ രീതിയിലുള്ള പഠനങ്ങളും എങ്ങനെ മനുഷ്യനെ മാറ്റും അല്ലെങ്കിൽ എന്തൊക്കെ ഗുണങ്ങൾ മനുഷ്യന് തരും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്ത വരികൾ നോക്കാം. അബ്യൂൺ സ്റ്റഡിയ ഇൻ മോസ്, സ്റ്റഡീസ് പാസ് ഇൻ ടു ആൻ ഇൻഫ്ലുവൻസ് മാനേഴ്സ്. Nay, there is no staunt or impediment in the wit, but may be wrought out by fit studies, like as diseases of the bodies may have appropriate exercises. Bowling is good for the stone and reins, shooting for the lungs and breast, gentle walking for the stomach, riding for the head, and the like. So if a man's wit be wandering, let him study the mathematics. For in demonstrations, if his wit be called away never so little, he must begin again. If his wit be not apt to distinguish or find differences, let him study the schoolman. For there are simony sectors, splitters of hairs. If he be not apt to beat over matters, and to call up one thing to prove and illustrate another, let him study the lawyer's case. So every defect of the mind may have a special receipt. സോ ഇവിടെ അദ്ദേഹം ഒരു സെൻറ്റൻസ് യൂസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ മീനിങ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റഡീസ് പാസ് ഇൻ ടു ആൻ ഇൻഫ്ലുവൻസ് മാനേഴ്സ്. സ്റ്റഡീസ് മറ്റുള്ളവരുടെ ബിഹേവിയർ അല്ലെങ്കിൽ മാനേഴ്സിനെ ബാധിക്കും. മാനേഴ്സ് ബിഹേവിയറൊക്കെ ചേഞ്ച് ആവും സ്റ്റഡീസ് കാരണം. പിന്നീട് അദ്ദേഹം പറയുന്നത് സ്റ്റഡീസ് മൈൻഡിനൊരു എക്സസൈസാണ്. മൈൻഡിൻ്റെ ഡിസീസസൊക്കെ മാറ്റാൻ സ്റ്റഡീസ് അല്ലെങ്കിൽ റീഡിങ് ഗുണകരമാണ്. എങ്ങനെ? ബൗളിംഗ് ഈസ് ഗുഡ് ഫോർ സ്റ്റോൺസ് ആൻഡ് റീൻസ്. സ്റ്റോൺസ് എന്ന് പറയുമ്പോൾ ബ്ലാഡറിലുള്ള സ്റ്റോൺസ്, റീൻസ്
റീൻസ് കിഡ്നിയിലുള്ളത്. അപ്പോൾ ഷൂട്ടിംഗ് ഫോർ ദ ലങ്സ് ആൻഡ് ബ്രസ്റ്റ്, ഷൂട്ടിംഗ് ലങ്സിനും ബ്രസ്റ്റിനും. ജെൻറ്റിൽ വാക്കിംഗ് എന്ന് പറയുന്ന സ്റ്റമക്കിന് നല്ലതാണ്. റൈഡിംഗ് എന്ന് പറയുന്ന ഹെഡിന് നല്ലതാണ്. അപ്പോൾ ഓരോ എക്സസൈസും ബോഡീൻ്റെ ഓരോ പാർട്ടിന് നല്ലതാണെന്നുള്ളതുപോലെ റീഡിങ്ങും മെൻ്റൽ ഹെൽത്തിന് നല്ലതാണ്. സോ ഇഫ് എ മാൻസ് വിറ്റ് ബി വാണ്ടറിങ് ലെറ്റ് ഹിം സ്റ്റഡി ദ മാത്തമാറ്റിക്സ്. അപ്പം ഒരു വ്യക്തമായൊരു തീരുമാനമോ കണക്കുകൂട്ടലുകളോ ഒന്നും ഇല്ലാതെ ഒരാൾ നടക്കുകയാണെങ്കിൽ അദ്ദേഹം മാത്തമാറ്റിക്സ് പഠിക്കട്ടെ. കാര്യങ്ങൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ സ്കൂൾമാൻ പഠിക്കട്ടെ. മാറ്റേഴ്സുമായിട്ട് ഡീൽ ചെയ്യാനോ ഒരു കാര്യം പ്രൂവ് ചെയ്യാനോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും പറ്റുന്നില്ലെങ്കിൽ ലോയേഴ്സിൻ്റെ കേസ് പഠിക്കട്ടെ. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, സോ എവറി ഡിഫക്റ്റ് ഓഫ് ദ മൈൻഡ് മേ ഹാവ് എ സ്പെഷ്യൽ റിസീറ്റ്. മൈൻഡിൻ്റെ ഏത് ഡിഫക്റ്റിനും ഒരു പരിഹാരമാണ് സ്റ്റഡിങ് അല്ലെങ്കിൽ റീഡിങ്. സോ ഇത്രയാണ് ഈ എസ്സേയിൽ പറയുന്നത്. ഇതൊരു സിമ്പിൾ എസ്സേ ആണ്. സോ ഇൻ ടോട്ടൽ സ്റ്റഡീസ് എങ്ങനെയൊക്കെ മനുഷ്യനെ മാറ്റാമെന്നുള്ളതും എങ്ങനെയൊക്കെ നമുക്ക് സ്റ്റഡി ചെയ്യാമെന്നുള്ളതും ഒരു ബുക്കിനെ എങ്ങനെയൊക്കെ കാണാമെന്നുള്ളതും ഒക്കെയാണ് ഈ എസ്സേയിൽ പറയുന്നത്. ഫ്രാൻസിസ് ബേക്കൻ്റെ എസ്സേസിൻ്റെ ഒരു സീരീസ് ഉണ്ട്, ഒരു 10 എസ്സേൻ്റെ സീരീസ്. അതിൽ ഫസ്റ്റ് എസ്സേ ആണ് ഈ ഓഫ് സ്റ്റഡീസ്. 1597 ഇത് പബ്ലിഷ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ എസ്സേസിൽ ഈ അബ്യൂൺ സ്റ്റഡിയ ഇൻ മോസ് എന്നൊക്കെ പറയുന്നത് പോലെ ലാറ്റിൻ ഫ്രേസസ് ഒരുപാട് വരുന്നുണ്ട്. So that's all about this essay. Thank you for watching.